ഹായ്, ഇന്ന് സെപ്റ്റംബർ 1 അപ്പോൾ 8 നോമ്പിന് പള്ളി പോകാനായിട്ട് ഒരുങ്ങുവായിരുന്നു. ഇന്ന് തുടങ്ങുമല്ലേ? എന്നോട് എന്നെ ഇതൊക്കെ ദേഹത്ത് പറ്റണം, എന്നാലേ വെളുക്കുള്ളൂ. ഭയങ്കര വിലയാ. ഓ, ദേഹം വെളുത്തില്ലെങ്കിലും നമ്മുടെ കുടുംബം വെളുത്ത് കിട്ടും. എന്തായാലും പള്ളി പോവാണ്, 4 പേരൊക്കെ കാണുന്നല്ലേ. പക്ഷേ വൃത്തിന് മേലൊക്കെ പോയേക്കാന്ന് വെച്ച് അപ്പം വാച്ചൊക്കെ കിട്ടി, നമ്മുടെ കുടയൊക്കെ എടുത്ത് പതുക്കെ നമുക്ക് അങ്ങ് ഇറങ്ങിയേക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറത്തേക്കുള്ള കാഴ്ചകളെ. പെട്ടെന്നങ്ങ് പോയേക്കാം. നമ്മുടെ ചെറിയ വഴി കൂടെ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അവിടെ ഒരു വെള്ളക്കെട്ടുണ്ട്, കണ്ടോ? ഈശ്വര, ഇതെന്താ തടാകോ? ആ ചെറിയ വഴി നമ്മൾ ഈ റോഡിലോട്ട് വരെ. ഈ റോഡിന് ഒരു സൈഡ് തന്നെ ചതുപ്പായിട്ട് കിടക്കും, കൃഷിയില്ലാതെ. മറ്റൊരു സൈഡ് എന്ന് വെച്ചാൽ പാടമാണ്, കൃഷിയുണ്ട്. കണ്ടോ, കാർമേഘമൊക്കെ ഉണ്ട്. അതിന് മുമ്പായിട്ട് മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? പള്ളി. കണ്ടോ, ഈ തോട് ഒരു ചെറിയ പാലം കയറി ഇക്കരയിറങ്ങി. ഈ തോടും കരയിലൂടെയൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ സൈഡൊക്കെ ഇങ്ങനെ കെട്ടി മറച്ചിട്ട് വലിയ നാളൊന്നും ആയില്ല, കുറച്ച് നാളെ ആയുള്ളൂ. അതിന് മുമ്പ് ഇങ്ങനെ മൺതിട്ട മാത്രമേ ഉള്ളായിരുന്നു. ഇതിന് നേരെ അക്കരെ കേട്ടോ പെങ്ങളൊക്കെ പഠിച്ച അംഗനവാടി, അതൊക്കെ ഇപ്പോൾ അവിടെ നിർത്തി. മീൻസ് ആ ബിൽഡിംഗ് എല്ലാം പൊട്ടി പൊളിഞ്ഞു പോയി കേട്ടോ. ഇത് കഴിഞ്ഞ് മുമ്പോട്ട് പോകണം. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പള്ളിയിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഇനി ഒരു ചെറിയ ഒരു വഴിയുണ്ട് പാടത്തിനടുക്കൂടെ, അതുകൂടെ കഴിഞ്ഞിട്ട് വേണം മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാടത്തിൻ്റെ പാടത്ത് കൃഷിയില്ലാത്ത സമയത്താണ് ഈ വെള്ളം കയറി ഇതെല്ലാം വൃത്തികേട്. അതുപോലെ മൺസൂൺ സീസൺ വരുമ്പോഴത്തേക്കും ഈ വഴി നിറയെ പാടത്തുനിന്ന് വെള്ളം കയറി അങ്ങ് നിറയും, ഒട്ടും നടക്കാൻ പറ്റാത്ത രീതി. അത് കഴിഞ്ഞ് മുമ്പോട്ടിലും ഒരു ചെറിയ ചിറയ കണ്ടോ. 2 സൈഡും പുല്ലിങ്ങനെ അങ്ങ് വളർന്ന് നിൽക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ വേണം, വല്ല ഇഴജന്തുക്കളൊക്കെ ഉണ്ടോ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. ഇങ്ങനെ പോയി നമ്മളെത്തി ഇങ്ങനെ ഒരു ചിറ കിട്ടും. ഈ ചിറ കഴിഞ്ഞ് മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പിന്നെയും കുറച്ച് ചെളി നിറഞ്ഞ വഴിയാണ് കണ്ടോ. ആ വഴി ഇറങ്ങി കുറച്ച് മുമ്പോട്ട് ഇങ്ങനെ നടക്കണം. അങ്ങനെ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള വഴി നമ്മളെത്തി കണ്ടോ. ഒരു 2 സൈഡും ഈ വഴിയിൽ നിന്ന് 2 സൈഡും പാടമാണ്. ഇവിടെ നോക്കുമ്പോൾ കാണാം നമ്മുടെ പള്ളി കണ്ടോ. പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ പാലമാണ് കണ്ടോ. ഈ ചെറിയ പാലം കയറി ഇവൻ അക്കരെ ദൂരെ ഒരു അമ്മച്ചി നടന്നു പോകുന്നുണ്ടോ. നേരത്തെ ചെന്നാൽ പള്ളിയിൽ അവിടെ ഇരിക്കാൻ വേണ്ടി സ്ഥലം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്, നോമ്പൊക്കെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ വരത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ചെന്ന് സ്ഥലം പിടിക്കാൻ വേണ്ടി അമ്മച്ചി ആദ്യം. അങ്ങനെ നടന്നാണ് നമ്മൾ നമ്മുടെ പള്ളി വന്നു കണ്ടോ. പള്ളി വന്നു. പള്ളിയിൽ നിന്ന് നോക്കുമ്പോൾ ആരും ഇങ്ങനെ വന്നിട്ടില്ല. ഇനി അതിന് കൊയറുള്ളതുകൊണ്ട് നേരത്തെ വന്ന. അപ്പോൾ നമ്മുടെ കൊയറിലെ കുഞ്ഞു പിള്ളേർ വന്നിട്ടുണ്ട്, സൺഡേ സ്കൂളിലെ കുഞ്ഞു കൊയറിലെ പിള്ളേർ കണ്ടോ, അവരൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പള്ളിയുടെ അകത്തേക്ക് നമുക്ക് കയറാം. പള്ളിയുടെ അകത്തേക്ക് സംഭവം എല്ലാം സെറ്റാണ്. ഇനിയിപ്പം ചടങ്ങുകൾ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ.